സോറി, എന്റെ ഫോൺ താഴെ വീണതാ. നിങ്ങളുടെ ഫോൺ. താങ്ക് യു. നിങ്ങൾ സർല ചേച്ചിയുടെ അയൽവാസിയല്ലേ? അവര് നിങ്ങളെ ഇത്ര നേരം അന്വേഷിക്കുകയാണോ? ഞാൻ പോവുകയാണേ. ബൈ. ഇതുപോലെയുള്ള കുരിശുകൾ ഇനിയും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ സാധനത്തിനെടുത്ത് നമുക്ക് എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ പറയുന്ന കേക്ക്. വാ, എടുക്ക്, വേഗം എടുക്ക്. മതി മതി, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഓക്കേ. എന്താ, എന്തു പറ്റി? അത് ഞാനാ നിന്നോട് ചോദിക്കണത്, നിനക്ക് എന്തു പറ്റി? അതോ, നീ ആ കാര്യം ആലോചിച്ചാണോ വിഷമിച്ചിരിക്കുന്നേ? ഞാൻ നിന്നോട് താങ്ക് യു പറഞ്ഞില്ലാന്ന്? ആ സമയത്ത് ഞാൻ വീണപ്പോ നീ രക്ഷിച്ചില്ലേ? ആ സമയത്തോ? ഏത് സമയത്ത്? ആ സമയത്ത് ഞാൻ നിന്നെ ഒളിച്ചു നടന്നപ്പോ. ഓ മൈ ഗോഡ്, എന്ത് പറയണ്ടെന്ന് വിചാരിച്ചോ അത് തന്നെ പറഞ്ഞു. ഓ, ഇപ്പൊ സത്യം പുറത്തു വന്നല്ലോ. എനിക്കറിയായിരുന്നു നീ എന്നെ നിന്ന് ഒളിക്കുമായിരുന്നെന്നും മനഃപൂർവ്വം എന്നെ അവോയ്ഡ് ചെയ്യുമായിരുന്നെന്നും. പക്ഷെ എന്തിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നോട് ഇത്ര അപ്സെറ്റ് ആയത്? സൃഷ്ടി, ടെൽ മീ, വൈ ആർ യു ബിഹേവിംഗ് ലൈക്ക് ദിസ്? അത് ഇതെന്റെ മൂഡിന്റെ കാര്യ. ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്താലും ഇഗ്നോർ ചെയ്താലും അതിനിപ്പോ നിനക്കെന്താ പ്രശ്നം? എനിക്കിതൊന്നും ശീലമില്ലല്ലോ, അതുകൊണ്ടാ. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചേ? എന്തിനാ മിണ്ടാതിരിക്കുന്നേ? നേരെ അങ്ങ് പറ, എന്നോട് മിണ്ടാതെ നിനക്ക് സമാധാനം ഇല്ലാന്ന്. എന്നോട് വഴക്കുണ്ടാക്കുന്നത് നിന്റെ ഫേവറേറ്റ് ടൈം പാസ് എന്ന്. കാണിക്കുന്നതിനാ? നിനക്കെന്താ കണ്ണു കണ്ടൂടെ? എന്റെ ചേച്ചിയുടെ നിശ്ചയം നടക്കുക. ഈ ചടങ്ങിന്റെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കാ. സോ ഐ എം സോറി, ഇന്നത്തെ ദിവസം എനിക്ക് നിന്നെ ഒട്ടും മൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ? തന്നെയല്ല, ഞാൻ ഭയങ്കര ബിസിയാ. പിന്നെ നിനക്ക് ഞാനില്ലാതെ സമാധാനം ഇല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ തോന്നിക്കോ മിസ് ചെയ്യോ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോറി, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ? ഓക്കെ? അല്ല, ഒട്ടും ശരിയല്ല. ഒട്ടും ശരിയല്ല. സൃഷ്ടി, നീ നുണ പറഞ്ഞു. ഞാൻ നിന്നോട് ചോദിച്ചതാ നീയും സമീർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ നീ പറഞ്ഞു ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്ന്. അതെ, നീ എന്നോട് നുണ പറഞ്ഞു. സ്വന്തം അമ്മയോട് ഒളിച്ചു വെച്ചു. ഇനി നീ അനുഭവിച്ചു. എന്താന്ന് വെച്ചാൽ അയ്യോ അമ്മ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇപ്പൊ അമ്മ കേട്ടതൊക്കെ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്താന്ന് വെച്ചാ വേണ്ട, എനിക്കൊന്നും മനസ്സിലാക്കി തരണ്ട. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയാൻ വേണ്ട. ഇല്ല മോനെ, ഇനി എന്തെങ്കിലും തീരുമാനം എടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം. ഞാൻ ഒറ്റയ്ക്ക്. കേട്ടല്ലോ? ഏത് തീരുമാനം? ഏത് തീരുമാനം? എന്താ അമ്മേ? എന്റെ ഷോട്ടി, നിനക്ക് മനസ്സിലായോ അമ്മ എന്താ പറഞ്ഞിട്ട് പോയെന്ന്? നിനക്ക് മനസ്സിലായെങ്കിൽ എന്നോട് കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്താ. തോട്ടക്കോലെ, ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? സർലാൻഡ് നിന്റെ അമ്മയല്ലേ, എന്റെ അമ്മയല്ലല്ലോ. എനിക്ക് ഇത്രേ മനസ്സിലായുള്ളൂ. ആ ടോൺ ഭയങ്കര അപകടകാരിയാണെന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്. നീ അവരുടെ മകളല്ലേ? എന്നാ പിന്നെ എനിക്ക് മനസ്സിലാക്കി അവരെന്താ മനസ്സിലാക്കി തരാൻ പോണേ? എനിക്ക് ആകെ ഇത് മാത്രമേ മനസ്സിലായുള്ളൂ. എനിക്കൊരു നല്ല പണി വരുന്നുണ്ട്. പണി. സൃഷ്ടി, നീ ജാനകി ആന്റി എവിടെയെങ്കിലും കണ്ടോ? ആ ചേച്ചി വന്നത് നന്നായി. എന്റെ ലൈഫ് ഫുള്ള് താറുമാറായി കിടക്കും. എനിക്കൊരു വലിയ പ്രശ്നം പറയാൻ. പ്രശ്നത്തെക്കാൾ ഇപ്പൊ വലിയ പ്രശ്നം ജാനകി ആന്റിക്കാ. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് രാത്രി ആവട്ടെ. എനിക്കിപ്പോ വളരെ അത്യാവശ്യമുള്ള. അല്ലല്ല, ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യം. ചേച്ചി കേക്ക്. സമീർ ദ ബാസിക്കീർ, നീ എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നേ? എനിക്ക് നിന്റെ മുഖം കാണുന്നതേ ഇഷ്ടമല്ല. എന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം നീയോ? നീയും എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് മനസ്സിലാകുന്ന പോലുമില്ല നീയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന്. Good job. I'm so proud of you. Thank you, babes. But let's not waste time. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനെ കത്തിച്ച് നശിപ്പിക്കണം. ഇതെന്ത് മോശം സ്റ്റോർ റൂമാണ്. തീപ്പെട്ടി പോലും ഇല്ല. ഇവിടെ വരെ വന്നിട്ട് പോലും എല്ലാ കാര്യങ്ങളും ശരിയാവാത്തത് എന്താ? നിന്റെ കൂടെ പൃഥ്വി ബേബി ഉള്ളിടത്തോളം കാലം നിനക്ക് ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല.
എപ്പോഴാണോ നമ്മൾ രണ്ടാളും ഒരുമിച്ചുള്ളത് അപ്പൊ ഒരു പ്രോബ്ലത്തിന് സ്ഥലം ഉണ്ടാവില്ല. ലവ് യു. ഐ എം സോ സോറി ജാനകി CID. നിനക്ക് വേണ്ടി നല്ല ഒരു ചിത ഒരുക്കാൻ കൂടി കഴിഞ്ഞില്ല. സോ സാഡ് അല്ലേ? നമ്മൾ ഇനിയും സമയം വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് ഇവിടുന്ന് പോകണം. ഇവിടെ തീ പടരുന്നതിന് മുമ്പ് ഒരുപാട് സമയത്തേക്ക് നമ്മൾ എല്ലാവരും മുൻപിൽ ഉണ്ടായിരിക്കണം. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം ആൻഡ് ലെറ്റ്സ് ഗോ ഫ്രം ഹിയർ. അത് നമുക്ക് കുടുംബങ്ങളുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കണമെങ്കിൽ നമ്മൾ ആ സൈഡിൽ തീ അണയ്ക്കണം ആദ്യം. Then the fire will take time to spread now. നീ കൊള്ളാലോടാ എന്റെ ഇന്റലിജന്റ് ബേബി. ലെറ്റ്സ് ഡു ഇറ്റ്. യാ കം. പ്രീത ഒന്നിങ്ങ് വന്നേ മോളെ. മോളെ ഇവരെ മീറ്റ് ചെയ്. ഇതാണ് ഉഷ, ഇന്ദുവിന്റെ മോള്. ആദ്യം ഇവര് നമ്മുടെ അടുത്താ താമസിച്ചിരുന്നേ. എന്റെ ദൈവമേ, ജാനകി എന്റെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. പ്രീത ഞാൻ ഇപ്പൊ വരാം മോളെ. ഇങ്ങ് വാ. എന്തു പറ്റി മോളെ? ഇന്ന് എത്ര സന്തോഷമുള്ള ദിവസാ. പിന്നെ നിന്റെ മുഖത്തെന്താ ഇത്രയും ടെൻഷൻ? അതെ മുത്തശ്ശി, എനിക്ക് ജാനകി ആന്റിയെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. മുത്തശ്ശി എവിടെയെങ്കിലും കണ്ടോ? ഞാൻ എല്ലായിടത്തും നോക്കി. ഓഹോ, ഇത്രേ ഉള്ളോ കാര്യം? അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയുടെ ഒരു... അമ്മ വല്ലതും കഴിച്ചോ? ചപ്പാത്തി എങ്കിലും കഴിക്കേ. ഒരു ചപ്പാത്തി എങ്കിലും കഴിച്ചാലേ മരുന്ന് കഴിക്കാൻ പറ്റൂ. ഞാൻ വീട്ടിൽ ചെന്ന് എടുത്തോണ്ട് വരാം. അല്ലെങ്കിൽ അമ്മ... ഓ, ഞാൻ കഴിച്ചോളാം. ആദ്യം നീ ഇത് പറ, ജാനകി എവിടെയാണെന്ന്. അത് ഞാൻ അവളെ കുറച്ച് വഴക്ക് പറഞ്ഞിരുന്നു, ഭക്ഷണം എടുത്ത് വെക്കാത്തതിന്. ഇപ്പൊ എടുത്ത് വെച്ചല്ല അവളെവിടെ പോവാനാ? ഇവിടെ എവിടെങ്കിലും കാണും. എവിടെങ്കിലും ഇരുന്ന് ചെലിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. അതിന് അവളൊരു കുറവും വരത്തില്ലല്ലോ. ആന്റി ഇവിടെ എവിടെയും ഇല്ല. ഞാൻ എല്ലായിടത്തും നോക്കി, ആന്റിയെ കാണുന്നില്ലമ്മേ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇവിടെ എവിടെങ്കിലും ഉണ്ടാവുന്നേ. സരള, നീയുണ്ടല്ലോ, നീയും പലപ്പോഴും സ്കൂൾ മാസ്റ്ററുടെ പോലെയാ പെരുമാറുന്നേ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ വഴക്ക് പറയണമായിരുന്നു. അവളുടെ മനസ്സ് വിഷമിച്ചു കാണില്ലേ? അമ്മ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. കവിത മേഡം ഭക്ഷണം എടുത്ത് വെക്കാത്തതിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. അവരതിഥിയല്ലേ, എനിക്ക് അവരോടൊന്നും കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ. അമ്മയ്ക്ക് തന്നെ അറിയാലോ എത്ര ബുദ്ധിമുട്ടിയാ നമ്മൾ ഈ അലങ്കാരപ്പണിയൊക്കെ ചെയ്തത്. എത്ര നല്ല ഭക്ഷണം ഏർപ്പാടാക്കി. എന്നിട്ടും അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. അവരോട് ദേഷ്യം തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ കൂടി ദേഷ്യം ഞാൻ ജാനകിയോട് അങ്ങ് തീർത്തു. അവക്ക് എന്നെ അറിയാവുന്നതല്ലേ. ഇത്ര നേരം മുഖം വീർപ്പിച്ചിരിക്കേണ്ട വല്ല കാര്യമുണ്ട് അവക്ക്? അതിന് അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഓ എന്റെ പൊന്ന് സരളെ, ഞാൻ പറയുന്നത് കേക്ക്. ജാനകിയെ കാണാനില്ല. അവൾ എവിടെ പോയതാണ്? അടുക്കളയിൽ എങ്ങാനും കാണും. വേറെ എവിടെ പോവാനാ? ഇല്ല അമ്മേ, അവിടെയും ഇല്ല. ഞാൻ അമ്മാവനെ കണ്ടിരുന്നു. അമ്മാവൻ പറഞ്ഞത് അടുക്കളയിൽ വന്നിട്ട് പെട്ടെന്ന് പോയിന്നാ. എനിക്ക് മനസ്സിലാവുന്നില്ല ആന്റി ഇതെവിടെ പോയിന്ന്. മോളെ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്. നീ തന്നെ അടുക്കളയിൽ പോയിട്ടൊന്ന് നോക്ക്. അവൾ ആ അപ്പൂന്റെ കൂടെ ഉണ്ടാവും, അവനെ സഹായിക്കുന്നുണ്ടാവും. ചെല്ലു മോളെ, നോക്ക്. ഞാൻ പോയിട്ട് വീട്ടിൽ നോക്കാം. ചിലപ്പോ അവളെ മുഖം വെറുപ്പിച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ അത്രയും പറഞ്ഞതുകൊണ്ട്. ഇങ്ങോട്ട് കാണിച്ചത് നീ പ്രീതിയുടെ കൂടെ നിൽക്കൂ. അവളുടെ മുന്നിൽ വെച്ച് നീ എന്റെ കൂടെ നിന്നില്ല. കൂടെ പിറപ്പെന്ന് പറഞ്ഞ എന്താടാ? കൂടെ നിൽക്കുന്നവനെന്ന അർത്ഥം. സഹോദരൻ തെറ്റാണെങ്കിൽ എന്താ? കൂടെ നിൽക്കണം. നീ ആ ബന്ധത്തെ ഇൻസൾട്ട് ചെയ്തേ പ്രീതിയുടെ കൂടെ നിന്നുകൊണ്ട്. വെരി ബാഡ് സമീർ, വെരി ബാഡ്. ചേട്ടൻ ഞാനൊരു സത്യം പറയട്ടെ. ചേട്ടൻ പ്രീതിയോട് ചെയ്യുന്നത് ശരിയല്ല. ഐ മീൻ ടു സേ, പ്രീത എത്ര സ്വീറ്റ് ആണ്, എത്ര കെയറിംഗ് ആണ്, എത്ര നല്ല പെൺകുട്ടിയാ. എല്ലാരെയും കെയർ ചെയ്യും. പക്ഷെ ചേട്ടൻ ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ദേഷ്യം ഒരു കാര്യമില്ലാതെയായിരുന്നു. അത് ആ പാവ എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടനല്ലേ അവരെ തറഞ്ഞെടുത്ത് തല്ലു പിടിക്കാൻ തുടങ്ങിയത്. എനിക്ക് തോന്നിയത് നിങ്ങൾ വേറെ ആരോടുള്ള ദേഷ്യം പ്രീതിയോട് തീർക്കുകയാണെന്നാ. എടാ നിന്നെ ആർ യു ക്രേസി സമീർ? ഞാൻ എന്തിനാടാ എന്റെ ദേഷ്യം അവളോട് കാണിക്കുന്നേ? എനിക്കെന്തിനാ അവളോട് ദേഷ്യം? പൃഥ്വി അവള് കെട്ടാൻ പോകുന്നേ, അതിന് എനിക്കെന്താ? എക്സാക്ട്ലി ബ്രോ, ഇത് തന്നെയാണ് പോയിന്റ്. നിങ്ങൾ പറയുന്ന ഒന്നും കാണിക്കുന്നത് വേറൊന്നുമാ. എന്നുവെച്ചാ ചേട്ടൻ ഇതുകൊണ്ടാ പ്രീതിയോട് ദേഷ്യപ്പെടുന്നത്. അതായത് അവൾ പൃഥ്വിയാണ് കല്യാണം കഴിക്കുന്നത്. പിന്നെ ആ കല്യാണം കഴിച്ചിട്ട് ചേട്ടനെയാണ് ചീറ്റ് ചെയ്യുന്നതെന്ന്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ ബ്രോ.
നീ എന്ത് കടേ പറയുന്നേ? സത്യം പറയാ, സത്യം പറയാൻ. നിനക്ക് അങ്ങനത്തെ ഇംപ്രഷനാണ് കിട്ടിയത്? പറയൂ. 100% ചേട്ടാ, 100%. ചേട്ടന്റെ ഈ ദേഷ്യത്തിൽ ഈ ഫീലിംഗ് ആണ് റിഫ്ലക്ട് ആവുന്നത്. ഞാനിപ്പോ വരാം. ചേട്ടനോട് പോവാ. ഈ തെറ്റിദ്ധാരണ ഇപ്പൊ തന്നെ കൂടുതലാ. നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അവക്കും തോന്നിക്കാണും. ഇതാ വരുന്നു. ബേബി, ആർക്കും തോന്നാൻ പാടില്ല തീ ഇവിടെ നിന്നാണ് വന്നത്. പോകാ ഇവിടുന്ന്. ഓക്കെ, ലെറ്റ്സ് ഗോ. നിക്ക്. നമ്മൾ അബദ്ധത്തിൽ പോലും ഒരു സാധനം അകത്ത് വെച്ച് മറന്നിട്ടില്ലല്ലോ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന ബേബി? അങ്ങനെയൊന്നുമില്ല. ചിൽ. ഹലോ കവിത ആന്റി. ഈ പെണ്ണുപിള്ള എപ്പോ നോക്കിയാലും എവിടെ നിന്നെങ്കിലും പ്രത്യക്ഷപ്പെടുമല്ലോ. ഒരു തവണ എന്റെ ഉദ്ദേശം നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ, എല്ലാവരെയും നോക്കി നിൽക്കുമ്പോ തന്നെ ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം. തീർച്ചയായും കൊടുത്തിരിക്കും. എക്സ്ക്യൂസ് മീ പ്ലീസ്. നീ പൃഥ്വിയുടെ കൂടെ? ഇതേത് പുതിയ കണക്ഷനാ? കുറച്ചു നേരം മുമ്പ് എന്നോടൊരാൾ ഇതേ സെയിം ചോദ്യം ചോദിച്ചിരുന്നു. അതിനവൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്തു. വാട്ട്? അയ്യേ ആന്റി, ഐ എം ജസ്റ്റ് ജോക്കിംഗ്. നിങ്ങളുടെ സെൻസ് ഓഫ് ഹ്യൂമറിന് എന്ത് പറ്റി? ഞാനൊരു തമാശ പറഞ്ഞതാ. ദേ നോക്ക്, നിങ്ങളുടെ മുഖത്തിന്റെ തന്നെ നിറം മങ്ങിപ്പോയി. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ക്യൂരിയോസിറ്റി. നിങ്ങൾ ഈ പൃഥ്വിയിൽ ഇത്രയും ഇംപ്രസ് ആയതല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് അറിഞ്ഞു വെക്കാമെന്ന്, ഇവൻ എത്രത്തോളം മെച്ചമുള്ളവനാണെന്ന്. റിയലി? എന്നാ പിന്നെ പറയൂ, എന്താ നീ മനസ്സിലാക്കിയത്? എന്തൊക്കെ ഗുണങ്ങളാ ഇവനുള്ളത്? ഐ മീൻ സ്റ്റേറ്റസ് ആൻഡ് ഓൾ ദാറ്റ്. പറഞ്ഞു വരുമ്പോ സ്വയം പരിചയപ്പെടുത്തിയ ഒരു ബിസിനസ്മാൻ എന്നാണ്. ബട്ട് ലെറ്റ് മി ടെൽ യു, രോഹിതേട്ടന്റെ അത്ര നല്ല ആളൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾക്ക് ആ പ്രീതിയോട് ഒട്ടും ജലസി തോന്നേണ്ട ആവശ്യമേ ഇല്ല. അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ഹിസ് ജസ്റ്റ് ഓർഡിനറി. ഓ കം ഓൺ പ്രീത, ദാറ്റ് മിഡിൽ ക്ലാസ് ഗേൾ, നോട്ട് എനിമോർ. പിന്നെ നീ അധികം സ്മാർട്ടാകാൻ നോക്കണ്ട കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാ നിനക്ക് പറഞ്ഞു തന്നത്. ഒന്നും നീ വിചാരിക്കേണ്ട, നീ എന്റെ മൈൻഡ് റീഡ് ചെയ്യുവാണെന്ന്. മൈൻഡ് റീഡിംഗ്? അത് നിങ്ങളുടെയോ? ഒരിക്കലും ഇല്ല ആന്റി. അത് വിടൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്നെ മൈൻഡ് റീഡിംഗ് ചെയ്യാൻ കഴിയാത്തത് നന്നായി. അടഞ്ഞ പുസ്തകത്തിന്റെ ഈ അധ്യായം വായിച്ചിരുന്നെങ്കിൽ അത് മറ്റൊരു കഥയായേനെ. എന്ത് വർത്താനം ഈ പെണ്ണ് പറഞ്ഞിട്ട് പോകുന്നേ? ആ ഇതിന്റെ അർത്ഥം എന്താ? ഹോയ് പാവക്കേ, എനിക്ക് നിന്റെ ഒരു മണ്ടത്തരവും കേൾക്കേണ്ട അതിനുള്ള സമയമില്ല. നിന്നോട് ഞാൻ സോറി പറയാൻ വന്നയാ. എന്തോറ്റി? പെട്ടെന്ന് ശബ്ദം പോയോ? ഞാൻ ഇത് പറയാനാ വന്നേ. നിന്നോട് ഞാൻ സോറി പറയാൻ ആഗ്രഹിക്കുന്നു. ശരി ശരി, ഞാനും മാപ്പ് വന്നിരിക്കുന്നു. കാര്യം എന്താന്ന് അറിയണ്ടേ നിനക്ക്? എന്ത് കാര്യത്തിന്? അപ്പോഴപ്പോഴായിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, ഡോണ്ട് യു നോ, മിസ്റ്റേക്സ് നോട്ട് ബിക്കം ഓക്കെ ബൈ സേയിങ് സോറി. പിന്നെ ഇപ്പൊ എനിക്ക് നിന്നോട് സംസാരിച്ച് നിൽക്കാൻ ഒട്ടും സമയമില്ല. ജാനകി ആന്റിയോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ചെല്ല. എന്തിനാണ് ഇത്രയും ആറ്റിറ്റ്യൂഡ്? കാരണം ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വൃത്തിയുണ്ടല്ലോ, ഞാൻ അവന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം. നിന്നെ എന്തിനു മൈൻഡ് ചെയ്യണം? സത്യമായിട്ടും ഞാൻ 1ാം നമ്പർ ഇഡിയറ്റ് ആണ്. കറക്റ്റ്. ഇപ്പോഴാ നീ നിന്നെ ശരിക്കും മനസ്സിലാക്കിയത്. സത്യമായിട്ട് ഞാൻ 1ാം നമ്പർ ഇഡിയറ്റ് തന്നെയാ. നിന്നെ പോലുള്ള പാവയ്ക്കോട് സംസാരിക്കാൻ വന്നില്ലേ? അത് ശരി, നീ പിന്നെ വായ തുറന്ന മുത്തു പൊഴിക്കുന്ന ആളാണല്ലോ അല്ലേ? എനിക്ക് സ്വീറ്റ് ആവാനും അറിയാവടി. പക്ഷെ
എന്റെ അടുത്തേക്ക് വരരുത്. അല്ലെങ്കിൽ ആർക്കാ നിന്റെ അടുത്ത് വരാൻ താല്പര്യം? നീ അടുക്കളയിൽ പോയി ജാനകി എന്നെ സഹായിക്കാൻ നോക്ക്. എന്നിട്ട് പൃഥ്വിക്ക് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. നിനക്ക് അവനാണല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം. നിനക്ക് കഴിക്കാൻ തരുന്ന ആഹാരത്തിൽ ഞാൻ ഒരുപാട് എരിവ് ചേർക്കും. അങ്ങനെ നിന്റെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് എനിക്ക് വിശ്രമമുള്ളൂ. മിസ് പ്രീത അറക്കൽ, ഇന്ന് ഞാൻ നിന്റെ കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കാൻ പോകുന്നേ. എല്ലാവരും കണ്ണു നിറയെ കണ്ടോട്ടേന്നേ. ആ സമയത്ത് നിന്റെ ഇരട്ട മുഖമുള്ളവൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. ഇറ്റ്സ് മൈ ചാലഞ്ച്. ഇവൻ എന്തൊക്കെയാ ചിന്തിക്കുന്നതെന്നും പറയുന്നെന്ന് ഇവന് തന്നെ അറിയില്ല. ഓക്കെ പൃഥ്വി, ഇനി നിന്റെ അഭിനയം തുടങ്ങിക്കോ. മുത്തശ്ശി, ഒരു നിമിഷം. മുത്തശ്ശി, ഞാൻ കുറെ നേരമായിട്ട് നോക്കുക. ഈ ഒരു നിൽപ്പ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ കഴിയുന്നതുവരെ മുത്തശ്ശി ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഇത്രയും നേരം നിന്നാൽ മുത്തശ്ശിയുടെ മുട്ടിന് തന്നെ നല്ല വേദന വരും. ഇപ്പോ അത് അറിയാൻ പറ്റില്ല, കുറച്ചു കഴിഞ്ഞ് അതറിയൂ. എനിക്കറിയാം മുത്തശ്ശിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലെന്ന്. എന്ന് വെച്ച് മുത്തശ്ശി സ്വന്തമായിട്ട് കെയർ ചെയ്യാതിരിക്കരുത്. കുറച്ചെങ്കിലും സ്വന്തം കാര്യം ശ്രദ്ധിക്കണ്ടേ? വരൂ, എന്റെ കൂടെ ഇവിടെ വന്നിരിക്കും. വാ. നീ എത്ര സീറ്റായിട്ടാ സംസാരിക്കുന്നേ. നിന്റെ സംസാരം കേട്ട് ഞാൻ ഇംപ്രസ്ഡ് ആയി. നീ വാ, നമുക്കിരിക്കാം. മുത്തശ്ശി, പ്രീതി ഞാൻ ഇവിടെയും കണ്ടില്ലല്ലോ. സൃഷ്ടി, 1 സെക്കൻഡ് പ്ലീസ്. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ എവിടെ പോയെന്നോ? ചേട്ടൻ എവിടെയാ പോയത്? എവിടെയായിരുന്നു? ഞാൻ ശരിക്കും പറഞ്ഞ അതൊരു സർപ്രൈസ് ആണ്, ഒരു സീക്രട്ട്. ഞാൻ പ്രീതയ്ക്കായിട്ട് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സർപ്രൈസ്? ആ, സത്യത്തിൽ ഇപ്പോ മുത്തശ്ശിയോട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്റെ ഭാര്യയാകാൻ പോകുന്നയാൾ, അതായത് പ്രീത എവിടെയാണെന്ന്, അവളെ പറ്റി എനിക്ക് അന്വേഷിക്കാനുള്ള അവകാശമുണ്ടല്ലോ. മോനെ, അവൾ അടുക്കളയിലുണ്ട്, ഇപ്പൊ തന്നെ വരും. പ്രീത കിച്ചണിൽ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം സ്റ്റോർ റൂമിന് കിച്ചണിന് ഇടയ്ക്കുള്ള ജനാല തുറന്നു കിടക്കുകയാണ്. കത്തിച്ചാരമായി പോവുമല്ലോ പ്രീത. ചേട്ടൻ എന്താ ഇത്ര ടെൻഷൻ? എനിക്കോ ടെൻഷനോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് വലിയൊരു ദിവസമാണ്. എല്ലാം വളരെ നന്നായിട്ട് നടക്കുന്നു. ദൈവസഹായം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വളരെ ലക്കിയാണ്. വാവ്, അടിപൊളി. ഇന്നത്തെ ദിവസം ചിലപ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ദിവസമായിരിക്കും. എന്റെ ശത്രുക്കളെല്ലാം തീയിൽ വെന്തുരുകിത്തീരും. വാവ്. ഈ ജാനകി ആന്റി ഇതെവിടെയാ? എത്ര നേരമായി നോക്കി നിൽക്കുന്നു. അവിടെ ആഹാരം അറേഞ്ച് ചെയ്യണമായിരുന്നു. വിളമ്പാനാണെങ്കിൽ ഇവിടെ ആളുകളും ഉണ്ട്. ആന്റി ആണെങ്കിൽ ഇവിടുത്തെ ജോലി തീർക്കുകയും ചെയ്തു. ഞാൻ പോയി അന്വേഷിക്കട്ടെ. ഇവിടെ എന്താ ഒരു മണം വരുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ? അതെ, ഒന്ന് വന്നേ. ഈ ഗ്യാസ് ലീക്ക് ആണെന്ന് നോക്കിയേ. എന്തോ കത്തുന്ന മണം വരുന്നു. അല്ലല്ല, ഇത് ഗ്യാസ് ലീക്കായ മണമല്ല. ഈ മണം എന്തോ കത്തുന്ന മണമാണ്. ആ, അത് തന്നെയാ ഞാനും പറഞ്ഞേ. എന്തോ കത്തുന്ന മണം അത്. ഒന്ന് പോയി അവിടേക്ക് നോക്കിയേ. എന്റെ ദൈവമേ, അവിടുന്ന് പുക വരുന്നേ. ഓ മൈ ഗോഡ്, അവിടെയാ തീ പിടിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സിലിണ്ടർ പുറത്തേക്ക് മാറ്റേ. ഓഫ് ചെയ്യാ. വേഗം പുറത്തേക്ക് കൊണ്ടുപോ. ഞാൻ പറഞ്ഞിട്ട് വരാം. പോയിക്കോ, ഒന്ന് വേഗം പോ. എന്റെ ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യാ? തീയിൽ വെള്ളം ഒഴിച്ച് കെടുത്തിയാലോ? വെള്ളം ഒഴിച്ച തീ പടരില്ല. ഓ മൈ ഗോഡ്, ഇതണയുന്നില്ലല്ലോ. ഇതെന്താ തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുന്നത്? ഇല്ല, അയ്യോ, ഇത് കെടുന്നില്ലല്ലോ. ആരെങ്കിലും വിളിച്ചോണ്ട് വരാം. ഈ ചാക്ക് കേട്ടല്ലോ ഇവിടെ ആരാ കൊണ്ടുവച്ചത്?
നീ ഫുട്ബോൾ സീരിയസ് ആയി കണ്ടിരുന്നെങ്കിൽ കുടുംബത്തിൽ 2 സ്പോർട്സ്മാൻമാരുണ്ടായനെ.